ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ വീണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷം രൂപം കൊള്ളുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പിണറായിയിൽ ഉണ്ടായ ഒരു സ്ഫോടനത്തിൽ വിപിൻ രാജ് എന്ന് പറയുന്ന 25-കാരന്റെ വലത് കൈപ്പത്തി തകർന്നിരിക്കുന്നു. കണ്ണൂരിലുള്ള മേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന വിപിൻ രാജിന്റെ കയ്യിൽ വലിയ ശസ്ത്രക്രിയ നടത്തേണ്ടതായി വന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ദേഹമാസകലം ബോംബ് സ്ഫോടനത്തിൽ എന്നുപോലെയുള്ള പരിക്കുകളാണ് വിപിൻ രാജിന് പറ്റിയിരിക്കുന്നത് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഉഗ്ര സ്ഫോടനം നടന്നത് ആദ്യ സമയത്ത് കിട്ടിയ സൂചനകൾ ഓലപ്പടക്കം പൊട്ടിയുണ്ടായ ഒരു സ്ഫോടന ശബ്ദമാണ് എന്നുള്ളതാണ് CPM പ്രവർത്തകർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ പിണറായി എന്ന ഗ്രാമത്തിന്റെ നെഞ്ചിൽ ഏറ്റ വലിയ മുറിവ് തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ആഘാതം തന്നെയാണ് ഈ സ്ഫോടനം എന്നാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. പതിവ് പോലെ സ്ഫോടനം നടന്ന പരിസരത്തേക്ക് പോലീസ് ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല, ബന്ദോബസ്താക്കിയിരിക്കുന്നു. എന്നാൽ സ്ഫോടനം നടന്ന ഭാഗത്ത് രക്തം ചിന്നിച്ചിതറിയ നിലയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂരും പിണറായിയും അടങ്ങിയ പരിസര പ്രദേശങ്ങൾ കലാപകലുഷിതമാകുന്നു, അശാന്തമാകുന്നു എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കുന്നത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം CPM-ൽ നിന്നും UDF പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അന്ന് തന്നെ പാനൂരിലും പരിസര പ്രദേശങ്ങളിലും സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതിന്റെ പ്രതിഫലനം എന്നോണം തന്നെ ചില നേതാക്കന്മാരെ, അതായത് CPM-നകത്തുള്ള സൈബർ വിങ്ങുകൾ പല ആളുകളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ തകർത്തുകളയും, തല തകർത്തുകളയും എന്ന തരത്തിലുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പരിസരവാസികൾ പറയുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും പിന്നീട് UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളുടെ തല തകർക്കും എന്ന രീതിയിൽ CPM-ന്റെ സൈബർ വിങ്ങിൽ നിന്നും ചില സന്ദേശങ്ങൾ പ്രചരിക്കുകയുണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതെന്ത് തന്നെയായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പിണറായിയിലും കണ്ണൂരിലുമെല്ലാം സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ സൂചനയാണ് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്ഫോടനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് ഓലപ്പടക്കം പൊട്ടിയുണ്ടായ സ്ഫോടനമാണ് എന്നാണ് CPM പ്രവർത്തകർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെങ്കിലും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെയാണ് വിപിൻ രാജ് എന്ന് പറയുന്ന സ്ഫോടനത്തിൽ വലത് കൈപ്പത്തി തകർന്ന ഈ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളുടെ ദേഹമാസകലം ബോംബ് സ്ഫോടനത്തിൽ എന്ന പോലെ തന്നെ പരിക്കുകളുണ്ട്. വലത് കൈപ്പത്തി പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ വലത് കൈപ്പത്തികൾ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് യാതൊന്നും ഇതുവരെയും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM-ന്റെ ഔദ്യോഗിക വക്താക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല. കണ്ണൂരിൽ വെണ്ടുട്ടായി കനാൽ ചിറങ്ങര എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായതായി പറയപ്പെടുന്നത്. വീണ്ടും പിണറായി കലാപകലുഷിതമാകുന്നു, അഥവാ പിണറായി എന്ന ഗ്രാമത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുറിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ബോംബ് സ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പലരും പറയുന്നത്. കണ്ണൂരിൽ ഒഴിഞ്ഞു കിടക്കുന്ന പല പറമ്പുകളിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും നാടൻ ബോംബുകളുടെ പരീക്ഷണങ്ങളും നാടൻ ബോംബുകളുടെ നിർമ്മിതികളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻപ് കണ്ണൂരിൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളെല്ലാം കുടിൽ വ്യവസായം എന്ന പോലെയായിരുന്നു ബോംബ് നിർമ്മാണം എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. CPM അനുഭാവികളായ പല ആളുകളും ഇതുപോലുള്ള നാടൻ ബോംബുകൾ പൊട്ടിത്തകർന്ന് മരിച്ച കേസിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലോ അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ബോംബ് നിർമ്മാണത്തിനിടയിൽ ഇത്തരം ആളുകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഇവരുടെ ശരീര ഭാഗങ്ങൾ ചിന്നിച്ചിതറുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ ഇവരാരും തന്നെ CPM-കാരായിരുന്നില്ല എന്നാണ് പിന്നീട് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില പ്രസ്താവനകൾ. ഇതിനു മുൻപ് DYFI പ്രവർത്തകരായ ചില ആളുകൾ ബന്ധപ്പെട്ട് പാനൂരിൽ ഉണ്ടായ ഒരു ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും അന്ന് MV ഗോവിന്ദൻ, ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞത് DYFI CPM-ന്റെ പോഷക സംഘടനയല്ല എന്നാണ്. ഇത് കേരളം ഇന്നും മറന്നിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതായത് സങ്കീർണമായ പല അവസരങ്ങളിലേക്കും CPM ചെന്നുപെടുമ്പോൾ പാർട്ടിക്കാരെ പോലും തള്ളിപ്പറയുവാൻ ഒരു കാരണവശാലും പാർട്ടിക്കാർ മടിക്കാറില്ല എന്നുള്ളതാണ് അന്നത്തെ MV ഗോവിന്ദന്റെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. അതെന്തായാലും മുഖ്യമന്ത്രിയുടെ നാടായ പിണറായി എന്ന ഗ്രാമത്തിന്റെ നെഞ്ചിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും ബോംബ് സ്ഫോടന പരമ്പരകൾ ആരംഭിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനത്തിൽ നിന്നും മനസ്സിലാക്കാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നിരിക്കുന്നത് നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത ഇപ്പോഴും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുറത്തു വന്നിട്ടില്ല. സ്ഫോടനം നടന്ന ഇടത്തേക്ക് പോലീസ് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. വളരെ ബന്ധവസായി ആ സ്ഥലം അടച്ചുപൂട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി തന്നെയാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. എന്നാൽ മാധ്യമ പ്രവർത്തകരെ പോലും അങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് കണ്ണൂരിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. അതെന്ത് തന്നെയായാലും കണ്ണൂർ വീണ്ടും അശാന്തമാകുന്നു. കണ്ണൂരിൽ വീണ്ടും നാടൻ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെ തഴച്ചു വളരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ തകർച്ചയിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാവാം ഇപ്പോൾ ചില ആളുകൾ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തങ്ങൾ കേൾക്കുന്ന രാഷ്ട്രീയമായ പരാജയങ്ങളെ
ഏത് തരത്തിൽ നേരിടേണ്ടു എന്നറിയാതെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ അറിയാത്ത CPM പ്രവർത്തകർ ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നാടൻ ബോംബ് നിർമ്മാണവുമായി ഇറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായിയിൽ തന്നെയാണ് ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള ഒരു മറുപടിയാണ് സാധാരണക്കാരോട് നൽകുന്നത്? ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. പോലീസ് ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്നറിയുവാൻ വേണ്ടി കേരളം ജാഗരൂകരായിരിക്കുന്നു. എന്നാൽ പിണറായിയുടെ നെഞ്ചിലേറ്റ കനത്ത മുറിവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പിണറായിയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേറ്റ സമാധാന അന്തരീക്ഷത്തിനേറ്റ കനത്ത മുറിവ് തന്നെയാണ് പിണറായിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടന പരമ്പരയിലൂടെ അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിലൂടെ ഇനി അരങ്ങേറുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇനിയും ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.